ഡിയർ ഫ്രണ്ട്സ്, കെംബിറ്റ് ചാനലിലൂടെ നമ്മൾ കെമിസ്ട്രി ടോപ്പിക്സ് മെയിനായിട്ട് BSc ലെവലുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും കെമിസ്ട്രി പഠിക്കുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ വേണം. അതിനായി നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ പ്രകൃതി ദൃശ്യങ്ങളിലൂടെ കടന്നുപോയി. കുറച്ച് കിഡ്സ് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. അതെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ വാട്ടർ മോളിക്യൂളിനെ കുറിച്ചാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിൽ നമുക്കറിയാം, ഓക്സിജന് 2 ഇലക്ട്രോൺസ് ഇൻ ദ ഫസ്റ്റ് ഷെൽ കെ ഷെൽ, ദെൻ 6 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. അപ്പോൾ വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജൻ ഷെയർസ് ഇറ്റ്സ് ഇലക്ട്രോൺ വിത്ത് ഓക്സിജൻ ആറ്റം. ഇങ്ങനെയാണ് H2O മോളിക്യൂൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ഓക്സിജൻ, അതാണ് നമ്മൾ കണ്ടത്. അതൊരു പ്ലാനാർ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഇനി ഒരു 3 ഡയമെൻഷണൽ ഫിഗർ എടുക്കുകയാണെങ്കിൽ, ഈ ബ്ലാക്ക് ബോൾ ഓക്സിജനായിട്ട് വിചാരിക്കുക. ഇപ്പോൾ ഓക്സിജൻ അവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ്, അതായത് ടെട്രാഹെഡ്രൽ ഹൈബ്രിഡൈസേഷനാണ്. 2 ലോൺ പെയേഴ്സാണ് ഓക്സിജൻ ഉള്ളത്. പിന്നെ ഹൈഡ്രജനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പം 2 ബോൺ പെയറുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ഈ ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷനാണ് വളരെ കൂടുതൽ. അതിനേക്കാളും കുറവാണ് ലോൺ പെയറും ബോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷൻ. ഏറ്റവും കുറവ് ബോൺ പെയറുമാണ്. അപ്പോൾ ഈ മോളിക്യൂള് ഇങ്ങനെ ഒരു V ഷേപ്പിലാണ് ഇരിക്കുന്നത്. യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്, എന്തിനേയും ഡിസോൾവ് ചെയ്യും എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വാട്ടറിന് ഉള്ളത്. എന്നാൽ ഇങ്ങനെ നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുമ്പോഴും ചില സബ്സ്റ്റൻസുകൾ വാട്ടർ സോലിബിൾ അല്ല, ചിലത് വാട്ടർ സോലിബിളാണ്, ചിലത് അല്പം മാത്രം ഡിസോൾവ് ചെയ്യും. അപ്പോൾ സബ്സ്റ്റൻസ് തന്നെ സോലിബിലിറ്റിയിൽ ഡിഫറൻ്റായിട്ട് വരുന്നുണ്ട്, ഈവൻ ഇൻ ദ യൂണിവേഴ്സൽ സോൾവെൻറ്റ് വാട്ടർ. അപ്പം അതെന്താണെന്നും ഈ വാട്ടർ ഒരു സൊല്യൂട്ടിനോട് ഏതെല്ലാം രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെന്നുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. ഹൈഡ്രോ എന്ന് പറയുന്ന വാട്ടറാണ്, അക്വ എന്ന് പറയുന്ന വാട്ടറാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രേഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ടർ. ഇത് ഏതൊരു സോൾവെൻറ്റിനും ആപ്ലിക്കബിൾ ആയിട്ടാണെങ്കിൽ നമ്മളിതിനെ സോൾവേഷൻ ആൻഡ് സോൾവോളിസിസ് എന്ന് പറയും. ഈ ടേംസാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും, ഉദാഹരണത്തിന് NaCl എടുക്കുകയാണ്. Na+, ഇതൊരു സോൾട്ടാണ്, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. Na++Cl-. HCl നിന്നാണ് Cl- വന്നിട്ടുള്ളത്. അപ്പോൾ HCl എങ്ങനെയാണ് H+ഉം Cl-ഉമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നതാണ്. ഇനി NaOH നിന്നാണ് Na+ വന്നിരിക്കുന്നത്, അതും Na+OH- കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ NaOH HCl കൂടെ കമ്പൈൻ ചെയ്യുമ്പം Hഉം OHുമാണ് അത് കമ്പൈൻ ചെയ്തിട്ട് അൺഅയണൈസ്ഡ് വാട്ടർ മോളിക്യൂളായിട്ട് മാറുന്നത്. പക്ഷേ Na+ഉം Cl- ഫ്രീ അയോൺസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് സോൾട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്താലും Na+, Cl- അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ വാട്ടർ എന്താ ചെയ്യുന്നത്? വാട്ടർ ഈസ് എ ഡൈപോളാർ മോളിക്യൂൾ. അതായത് ഈ V ഷേപ്പിൽ വരുമ്പോൾ വാട്ടറിൻ്റെ ഓക്സിജൻ എൻഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ എൻഡ് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പോസിറ്റീവ് എൻഡുമായിട്ടാണ് ഇരിക്കുന്നത്. ഈ രീതിയിലാണ് വാട്ടർ മോളിക്യൂൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് ജോമെട്രി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, ഓക്സിജൻ എൻഡിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജൻ എൻഡ് മൊത്തത്തിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, അത് ഡബിൾ+ വരും. അങ്ങനെയുള്ള ഒരു പോളാർ മോളിക്യൂളായിട്ടാണ് വാട്ടർ ഇരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യാം? ഈ Na+ അയോൺസിനെ പോസിറ്റീവ് അയോൺസ്, Na+ അയോൺസ് ആർ സറൗണ്ടഡ് ബൈ ദ നെഗറ്റീവ് എൻഡ് ഓഫ് വാട്ടർ മോളിക്യൂൾ. ഒരു പൂവിൻ്റെ ഇതള് പോലെ Na+ അയോണായതുകൊണ്ട് ഈ നെഗറ്റീവ് എൻഡ്സ്, ഓക്സിജൻ്റെ നെഗറ്റീവ് എൻഡ്സ് ഈ Na+നെ സറൗണ്ട് ചെയ്യും. Cl- അടുത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇങ്ങനെയായിരിക്കും, റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും. ഹൈഡ്രജൻ എൻഡായിരിക്കും അവിടെ. ഇങ്ങനെയും നമുക്ക് പൂക്കൾ വരയ്ക്കാം. അപ്പോൾ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് എൻഡ്, ഹൈഡ്രജൻ്റെ പോസിറ്റീവ് എൻഡായിരിക്കും ക്ലോറിനെ സറൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ എൻഡെല്ലാം നെഗറ്റീവും ഹൈഡ്രജൻ്റെ പോസിറ്റീവും. ഈ രീതിയിലാണ് നമ്മുടെ സോഡിയം അയോൺസിനെ വാട്ടർ മോളിക്യൂൾ സറൗണ്ട് ചെയ്യുന്നത്. അതുപോലെ ക്ലോറൈഡ് അയോൺസിനെ വാട്ടർ മോളിക്യൂൾ
ആ ഓപ്പോസിറ്റ് മാനറിൽ, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ഇൻട്രാക്ഷൻ വരുന്ന രീതിയിൽ അതിനെയും സറൗണ്ട് ചെയ്യും. ഈ പ്രോസസ്സ്, അതായത് ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഈ അയോൺസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അത് റീയുണൈറ്റ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് അവിടെ വാട്ടർ. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആക്ച്വലി ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രേഷൻ ഇസ് ദ ജസ്റ്റ് വാട്ടർ മോളിക്യൂൾസ് സറൗണ്ടിങ് ദി കാറ്റയോൺ ആസ് വെൽ ആസ് ദ ആനയോൺ ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് എനി സോൾട്ട്. ഏതൊരു സോൾട്ടിൻ്റെയും കാറ്റയോണിനെയും ആനയോണിനെയും വാട്ടർ മോളിക്യൂൾ ജസ്റ്റ് സറൗണ്ട് ചെയ്തിട്ട് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ റീയുണൈറ്റ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഹൈഡ്രോളിസിസ്, അല്ലെങ്കിൽ ഒരു ജനറൽ സോൾവെൻറ്റിന് സോൾവോളിസിസ് എന്ന് പറയും, വാട്ടറിന് അത് ഹൈഡ്രോളിസിസ് എന്ന് പറയും. അപ്പോൾ ഹൈഡ്രോളിസിസ് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. അവിടെ നമ്മൾ എടുക്കുന്നത് 3 കാറ്റഗറിയാണ്. അതായത് വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്, അതുപോലെ തന്നെ വീക്ക് ആസിഡ് വീക്ക് ബേസ്. ഈ 3 കാറ്റഗറി സോൾട്ടും ഇതിൽ നിന്നുണ്ടാകുന്ന എല്ലാ സോൾട്ടുകളും കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യും. നമുക്ക് ഓരോരോ സോൾട്ടായിട്ട് എടുക്കാം. CH3 COO Na. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ഇതെന്ന് പറയുന്നത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണല്ലോ. ഇനി നമ്മൾ എടുക്കുന്നത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. അപ്പം NH4Cl സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. പിന്നെ നമുക്ക് എടുക്കേണ്ടത് വീക്ക് ആസിഡും വീക്ക് ബേസും ആണ്. വീക്ക് ആസിഡ് CH3 COO, വീക്ക് ബേസിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് NH4. അപ്പോൾ ഈ 3 കാറ്റഗറി സോൾട്ടുകൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു ഇതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ്, അതുകൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യും. CH3 COO മൈനസ് പ്ലസ് Na പ്ലസ്. ഇതെങ്ങനെയായിരിക്കും? NH4 പ്ലസ് പ്ലസ് Cl മൈനസ്. ഇവിടെ എങ്ങനെയായിരിക്കും? CH3 COO മൈനസ് പ്ലസ് NH4 പ്ലസ്. ഒരു സംശയമില്ല, ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും. എവിടെയെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയതുകൊണ്ട് ഇവർ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് അയോൺസ് ആയിരിക്കും കിട്ടിയത്. 3 സെപ്പറേറ്റ് സൊല്യൂഷൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് വാട്ടറിൽ ഇൻ പ്രസൻസ് ഓഫ് H2O. ഇവിടെ ഫസ്റ്റ് സോൾട്ട് അയണൈസസ് ടു ഗിവ് ദ റെസ്പെക്റ്റീവ് അയോൺസ്. ഇനി അടുത്താണ് വാട്ടറിൻ്റെ ആക്ഷനാണ് ഇവിടെ നടക്കേണ്ടത്. H2Oയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അസിഡിക് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ബേസിക് പ്രോപ്പർട്ടിയും ഉണ്ട്. ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ അത് ബേസായിട്ട് ആക്ട് ചെയ്യും, ഒരു ബേസിൻ്റെ പ്രസൻസിൽ അത് ആസിഡ് ആക്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം വാട്ടറിന് H+നെ ഡൊണേറ്റ് ചെയ്യാനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ H+നെ അക്സെപ്റ്റ് ചെയ്യാനും അതിന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ അസറ്റേറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. വീക്ക് ആസിഡ് എന്ന് പറയുന്നത് പാർഷ്യലി അയണൈസ്ഡ് ഇൻ അക്വസ് സൊല്യൂഷനാണ്. അതിൻ്റെ അയണൈസേഷൻ ഒരിക്കലും കംപ്ലീറ്റ് അല്ല, അതിന് കൂടുതലും അൺഅയണൈസ്ഡ് സ്റ്റേറ്റിലിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് എന്താ ചെയ്യുക? CH3 CO മൈനസ് വാട്ടറിന് H+നെ എടുത്തിട്ട് CH3 COO H ആയിട്ട് മാറും, H+. അപ്പം ഫ്രീ ആയിട്ട് എന്ത് വരും? OH മൈനസ്. അപ്പം വാട്ടറും CH3 COO മൈനസൂടെ ചേർന്നാൽ CH3 COOHും OH മൈനസും വരും. ഈ OH മൈനസ് നമ്മൾ വിചാരിക്കും Na പ്ലസ് OH മൈനസൂടെ ചേർന്ന് NaOH ആവുമെന്ന്. ഇല്ല, NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസാണ്. അതുകൊണ്ട് Na പ്ലസും NaOH Na പ്ലസ്സുമായിട്ടും OH മൈനസായിട്ടും അങ്ങ് നിൽക്കും. അപ്പോൾ സോഡിയം അസറ്റേറ്റിൻ്റെ അക്വ സൊല്യൂഷനിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? CH3 COOH വീക്ക് ആസിഡ് അൺഅയണൈസ്ഡ് ഫോമിൽ തന്നെ നിൽക്കുകയും Na പ്ലസും OH മൈനസും ഫ്രീ ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ സൊല്യൂഷൻ്റെ നേച്ചർ എന്തായിരിക്കും? അത് അസിഡിക് ആണോ ബേസിക് ആണോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. കാരണം ഇത് ആസിഡ് ആണെങ്കിലും അത് അയണൈസ്ഡ് അല്ല, ഈ ലീസ്റ്റ് അയണൈസ്ഡ് ആണ്. പക്ഷെ അവിടെ പ്ലെൻറ്റി ഓഫ് OH മൈനസ് അയോൺസ് ആർ ദെയർ, സോ ഇറ്റ്സ് അക്വസ് സൊല്യൂഷൻ വിൽ ബി ബേസിക്. OH മൈനസിൻ്റെ പ്രസൻസ് കൊണ്ട് സോഡിയം അസറ്റേറ്റിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇനി നമുക്ക് അമോണിയം ക്ലോറൈഡ്. അപ്പോൾ അവിടെ പിന്നെ നമുക്കിത് എളുപ്പത്തിൽ പറയാനൊരു മാർഗ്ഗമുണ്ട്. സോ ഇതെന്ന് പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സ്ട്രോങ് ബേസിൻ്റെയും
അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡിനെ സോൾട്ട് ആയതുകൊണ്ട് അവിടെ ആരാണോ സ്ട്രോങ് അതിൻ്റെ സ്വഭാവമായിരിക്കും സൊല്യൂഷൻ. അപ്പോൾ സ്ട്രോങ് ബേസിൻ്റെ സ്വഭാവമാണ് എന്ന് ഇതിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ, ഫോമുല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു സ്ട്രോങ് ബേസാണ് ഇതിൻ്റെ ഈ കോമ്പൗണ്ട് ഫോം ചെയ്യാൻ സഹായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. അതിവിടെ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് അമോണിയം ക്ലോറൈഡും വാട്ടറുമായിട്ടുള്ള ആക്ഷനാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ് വാട്ടറിലിടുമ്പോൾ തന്നെ അമോണിയം അയോണും ക്ലോറൈഡ് അയോണും കിട്ടും. വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ സോഡിയം ക്ലോറൈഡിനെ ചെയ്ത പോലെ തന്നെ വാട്ടർ മോളിക്യൂൾസ് ഉടൻ തന്നെ ഈ അയോൺസിനെ സറൗണ്ട് ചെയ്യും. ഫസ്റ്റ് അതാണ്, ഒരു ഹൈഡ്രേഷനാണ് നടക്കുന്നത്. വാട്ടർ മോളിക്യൂൾസ് കാറ്റയോണിനെ അതിനനുസരിച്ചും ആനയോണിനെ അതിനനുസരിച്ചും സറൗണ്ട് ചെയ്യും. സറൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, സോ NH4+ വാട്ടർ സറൗണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ അമോണിയം ഹൈഡ്രോക്സൈഡിന് അയണൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. അൺഅയണൈസ്ഡ് ഫോമിലാണ് അതിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു വീക്ക് ബേസാണ്. അതുകൊണ്ട് ഈ സറൗണ്ടിങ് H2O മോളിക്യൂൾ, NH4+നെ സറൗണ്ട് ചെയ്യുന്ന H2O മോളിക്യൂളിൽ നിന്ന് തന്നിടുന്ന OH- അത് സ്വീകരിച്ചിട്ട് അത് NH4OH ആകുകയും H+ അയോൺസിനെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഇനി H+ൻ്റെ കൂടെ ആരാ ഉള്ളത്? Cl- അവിടെ ഉണ്ട്. ഈ വരുന്ന Cl- അവിടെ ഉണ്ട്. പക്ഷേ H+ഉം Cl- എന്താണ്? അത് H+ഉം Cl- ആയിട്ട് തന്നെ ഇരിക്കും. കാരണം സ്ട്രോങ് ആസിഡിൻ്റെയാണ്. പക്ഷേ അതും ഹൈഡ്രേറ്റഡ് ആയിരിക്കും. വാട്ടർ മോളിക്യൂൾസ് അവരെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും അവിടെ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനകത്ത് എക്സസ് ഓഫ് H+ ആയിരിക്കും ഉള്ളത്. സോ ദാറ്റ് സൊല്യൂഷൻ വിൽ ബി അസിഡിക്. ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയാണ് നോക്കേണ്ടത്. അത് വീക്ക് ആസിഡ്, വീക്ക് ബേസാണ്. അസറ്റിക് ആസിഡും അമോണിയം ഹൈഡ്രോക്സൈഡോട് ചേർന്നിട്ടുള്ള സോൾട്ടാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അയണൈസേഷൻ നമുക്ക് അസറ്റേറ്റ് അയോൺസും അമോണിയം അയോൺസും കിട്ടും. ഫസ്റ്റ് പ്രോസസ്സ് ഇവിടെയും ഹൈഡ്രേഷനാണ്. ദാറ്റ് ഈസ് ദ വാട്ടർ മോളിക്യൂൾ സറൗണ്ട് ദീസ് കാറ്റയോൺ ആൻഡ് ആനയോൺ. അപ്പോൾ ഇവിടെ എന്താണ്, ഇതും വീക്ക് പാർട്ടാണ്, ഇതും വീക്ക് പാർട്ടാണ്. അതുകൊണ്ട് ഈ രണ്ട് സ്പീഷീസും വാട്ടർ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അസറ്റേറ്റ് വാട്ടർ മോളിക്യൂളിൽ നിന്ന് H+ എടുത്തിട്ട് അത് അൺഅയണൈസ്ഡ് CH3COOH ആയി മാറും. അമോണിയം ഹൈഡ്രോക്സൈഡ് OH- എടുത്തിട്ട് അൺഅയണൈസ്ഡ് അമോണിയം ഹൈഡ്രോക്സൈഡായിട്ട് മാറും. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇവിടെ എല്ലാം ഏതാണോ സ്ട്രോങ് അതിൻ്റെ സ്വഭാവമായിരിക്കും റിസൾട്ടിങ് സൊല്യൂഷനെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഈ കേസിൽ രണ്ടും വീക്കാണ്. അസറ്റിക് ആസിഡും വീക്കാണ്, അമോണിയം ഹൈഡ്രോക്സൈഡും വീക്കാണ്. അപ്പോൾ ഇവിടെ അത് മാത്രമല്ല, ഹൈഡ്രോളിസിസ് നടന്നു കഴിയുമ്പം അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. പിന്നെ അവിടെ ആരാണ് സ്ട്രോങ് എന്നൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഈ സൊല്യൂഷൻ്റെ നേച്ചർ എന്താണ്, ഇറ്റ് ഈസ് അസിഡിക് ഓർ ബേസിക്, അത് പറയാനായിട്ട് നമുക്ക് അസറ്റിക് ആസിഡിൻ്റെ pKa വാല്യൂവും അതുപോലെ തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ pKb വാല്യൂ, pKb വാല്യൂ അറിയണം. അപ്പോൾ ഈ pKa വാല്യൂയും pKb വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. pKa അല്ലെങ്കിൽ pKb എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് ഒരു ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ Ka എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് H എന്ന് പറയുന്ന ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H++A- ആകുകയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A- ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് HA. അപ്പോൾ ഇതൊരു ആസിഡിനാണെങ്കിൽ അത് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയും Ka. ബേസിനാണെങ്കിൽ ബേസ് എന്നുള്ള Kb എന്നെഴുതും. ബേസ് നമുക്ക് BOH എന്ന് കൊടുക്കാം. BOH എന്ന് വരുമ്പോൾ അത് അയണൈസ് ചെയ്താൽ B++OH- ആയിരിക്കും. അപ്പോൾ അത് Kb എന്ന് പറയുന്നത് B+ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ BOH കോൺസെൻട്രേഷൻ. ഈ രീതിയിലാണ് Kaയും Kbയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ pH എന്ന് പറയുന്നത് എന്താണ്? pH ഇസ് നെഗറ്റീവ് ലോഗ് ടു ദ ബേസ് 10 ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ. ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ നെഗറ്റീവ് ലോഗരിതമാണ് pH. അതുപോലെ Kയുടെ നെഗറ്റീവ് ലോഗരിതത്തിനെ നമ്മൾ pKa എന്ന് വിളിക്കും. അതുപോലെ Kbയുടെ നെഗറ്റീവ് ലോഗരിതത്തിനെ നമ്മൾ pKb എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു, H+ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ pH കുറവായിരിക്കും. അതിപ്പോൾ ആസിഡിന് pH എന്ന് പറയുന്നത് 1 to 7 ആണെന്ന് പറഞ്ഞു. 1 to 7 ആണെങ്കിൽ H+ കോൺസെൻട്രേഷൻ ഹൈ ആണ്, pH വാല്യൂ ആണ് കുറവ്. ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ 7 to 14 ആണ് pH വാല്യൂ, അതിൻ്റെ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇവിടെ നോക്കേണ്ടത്.
അതേപോലെ കെ എ കൂടുതലാണ്, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കൂടുതലാണെങ്കിൽ പി കെ എ വാല്യൂ കുറവായിരിക്കും. അതുപോലെ ബേസിനും ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ പി കെ ബി, ഇത് ആസിഡും ബേസും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ബി എന്ന് എടുത്തേ ഉള്ളൂ. എന്തായാലും അതിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റൻ്റ് ആണ് നമ്മളവിടെ കെ എ അല്ലെങ്കിൽ കെ ബി എന്ന് എഴുതുന്നത്. അതിൻ്റെ നെഗറ്റീവ് ലോഗരിതത്തിന് പി കെ എ അല്ലെങ്കിൽ പി കെ ബി. ഇവിടെ നമുക്ക് അമോണിയം അസറ്റേറ്റ് ഫോം ചെയ്തത് ഏത് ആസിഡിൽ നിന്നാണോ ഏത് ബേസിൽ നിന്നാണോ അതേ ആസിഡും ബേസും തിരിച്ച് ഫോം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ്റെ പി എച്ച് എന്താണ്, ഇത് അസിഡിക് ആണോ ബേസിക് ആണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല ആസ് സച്ച്. ഇപ്പോൾ ഇവിടെ റിസൾട്ടിങ് സൊല്യൂഷൻ്റെ പി എച്ച് കാണാൻ ഫോർമുലയുണ്ട് 7+, അതായത് ന്യൂട്രൽ സൊല്യൂഷൻ്റെ പി എച്ച് 7 ആണ്. അതിനോട് നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ടത് എന്താണ്, പി കെ എ മൈനസ് പി കെ ബി ബൈ 2. ഈ ഒരു ക്വാണ്ടിറ്റി കൂടെ നമുക്ക് പറയാം. പി കെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കെ ഡബ്ല്യു ആണ്, വാട്ടറിൻ്റെ അയണിക് പ്രോഡക്റ്റ്. അതിനും ഇങ്ങനെ ഒരു റിലേഷനുണ്ട്. ഏതായാലും നമുക്കിവിടെ പി കെ എയും പി കെ ബിയും ആണ് വേണ്ടത്. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. പി കെ ഓഫ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് 4.76 ആണ്. പി കെ ബി ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് 4.75 ആണ്. 4.76 മൈനസ് 4.75/2 ദാറ്റ് ഈസ് ആഡഡ് ടു 7+. അപ്പോൾ ഇത് 0.01 divided by 2, 7+, that is 7 plus 0.005. pH of the resulting solution is 7.005, that is slightly alkaline. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആസിഡ് ബേസ് ടൈട്രേഷനിൽ അസിഡിമെട്രി ആൽക്കലിമെട്രിയിൽ നിങ്ങൾ സോഡിയം കാർബണേറ്റ് Na2CO3 is basic. Aqueous solution of sodium carbonate is basic. എന്താണ്, ഡ്യൂ ടു ഹൈഡ്രോളിസിസ് കൊണ്ടാണ് അത് ബേസിക് ആവുന്നത്. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതുപോലെ തന്നെ K2CO3 പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ അക്വസ് സൊല്യൂഷനും എന്തായിരിക്കും, ബേസിക് ആയിരിക്കും. എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്കുക. സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ്, കാർബോണിക് ആസിഡ് വീക്ക് ആസിഡ്. ഇതും അതുപോലെ തന്നെയാണ്. KOH സ്ട്രോങ് ബേസ്, കാർബോണിക് ആസിഡ് വീക്ക് ആസിഡ്. അപ്പോൾ ഡ്യൂ ടു ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് റീഫോർമേഷൻ. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് സറൗണ്ടിങ് ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ബൈ വാട്ടർ മോളിക്യൂൾസ്. വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ദി കാറ്റയോൺ ആൻഡ് ആനയോൺ ഇൻ ആൻ aqueous solution and exist as hydrated ions or solvated ions. ആ പ്രോസസ്സിനാണ് നമ്മൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് ഇൻ്ററാക്ഷനാണ്. ഇൻ്ററാക്ഷൻ ഓഫ് either cation or anion or both ions with water to form unionized species. Interaction of water with cation or anion or both cation and anion depending on the nature of the ions to form unionized species. That is actually hydrolysis. അപ്പോൾ ഒരു സോൾട്ട് സൊല്യൂഷൻ ഹൈഡ്രോളിസിസ് കൊണ്ട് ഒന്നുകിൽ അസിഡിക് ആകും അല്ലെങ്കിൽ അത് ബേസിക് ആകും. പിന്നെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കതിനെ അസിഡിക് ആണോ ബേസിക് ആണോ, റിസൾട്ടിങ് സൊല്യൂഷൻ്റെ pH കണ്ടുപിടിച്ചാൽ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ പറ്റും. അതേസമയം സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിൻ്റെ കേസിൽ ജസ്റ്റ് ആ അയോൺസിനെ വാട്ടർ മോളിക്യൂൾ സറൗണ്ട് ചെയ്ത് വയ്ക്കുക മാത്രമേ ഉള്ളൂ. അതാണ് സോൾവേഷൻ. അപ്പം ഹൈഡ്രേറ്റഡ്, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് അയോൺസ്, അതായത് സോൾട്സ് ആഫ്റ്റർ അയണൈസേഷൻ എക്സിസ്റ്റ് ആസ് ഹൈഡ്രേറ്റഡ് അയോൺസ്, then it is hydration. Then reformation of either the weak base or the weak acid or both, that is hydrolysis. Okay, ഇനി നമുക്ക് അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണാം. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും ആണ്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ആയിട്ടാണ് ഇവിടെ വാട്ടർ മോളിക്യൂളിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സോഡിയം അയോൺസ് സറൗണ്ടഡ് ബൈ
the negative oxygen end of each water molecule, and the positive hydrogen end is pointing outwards. In chloride ion being negative, the positive ends are in the vicinity and the oxygen end, which is negative, is pointing outwards. Okay, this is the hydration flowers, two types of flowers. Okay, Na plus surrounded by petals arranged in this manner, and in the chloride ions the flowers petals are in the opposite fashion. Okay, then what about hydrolysis? ഹൈഡ്രോളിസിസിൽ നമുക്ക് സ്ട്രോങ് ബേസ് വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, വീക്ക് ആസിഡ്. ഈ കേസിൽ വീക്ക് ആസിഡിനെ ഹൈഡ്രോളിസിസ് സംഭവിച്ചു, അത് അവിടെ റീഫോം ചെയ്തു കഴിഞ്ഞു. അപ്പം ഒറ്റ ഒരു അയോൺ മാത്രമേ ഹൈഡ്രേറ്റഡ് ഫോമിൽ കാണും. സോഡിയം അയോൺസ് വിൽ ബി ഇൻ ദ ഹൈഡ്രേറ്റഡ് ഫ്ലവർ ഫോം. ഓക്കെ, ഇത് ജസ്റ്റ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്ലവർ എന്നൊക്കെ പേര് വിളിച്ചതാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് മറന്നു പോകാതെ വയ്ക്കാം. ദെൻ ഇത് അമോണിയം ക്ലോറൈഡിൻ്റെ കേസിലാണെങ്കിൽ HCl ക്ലോറൈഡ് മാത്രമാണ് ഹൈഡ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ക്ലോറൈഡ് ഫ്ലവർ മാത്രമേ അവിടെ ഉള്ളൂ. അതിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറൈഡിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പോസിറ്റീവ് എൻഡാണ് വാട്ടർ മോളിക്യൂൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഈ ഒരു ഫ്ലവറും ഇവിടെ അമോണിയം ഹൈഡ്രോക്സൈഡിന് ഹൈഡ്രോളിസിസ് സംഭവിച്ചു. അമോണിയം അയൺസ് ഗെറ്റ്സ് ഹൈഡ്രലൈസ് ടു അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇവിടെ അസറ്റേറ്റ് അയോൺസ് ഗെറ്റ്സ് ഹൈഡ്രലൈസ് ടു അസറ്റിക് ആസിഡ്. അതുകൊണ്ട് റിസൾട്ടിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ Na+ൻ്റെ ഹൈഡ്രേറ്റഡ് ഫോമും, അതുകൊണ്ട് OH- അവിടെ എക്സസ്, OH- അവിടെ കാണും. ആ OH- അവിടെ സൊല്യൂഷന് ബേസിക് ക്യാരക്ടർ കൊടുക്കും. ഇവിടെ C സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും H+ അവിടെ സൊല്യൂഷന് അസിഡിക് ക്യാരക്ടർ കൊടുക്കും. ഇനി മൂന്നാമത്തെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അയോൺസും അവിടെ ഇല്ല, ഈ രണ്ട് ടൈപ്പ് അയോൺസും അവിടെ ഉണ്ടാവില്ല മൂന്നാമത്തെ കാറ്റഗറിയിൽ. അതിന് പകരം അമോണിയം അസറ്റേറ്റിൻ്റെ കേസിലാണെങ്കിൽ കംപ്ലീറ്റ് ഹൈഡ്രോളിസിസ് ആണ്. സോ യു ഗെറ്റ് അസറ്റിക് ആസിഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതിൻ്റെ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ഇക്വേഷനെ ആശ്രയിച്ച് അതിൻ്റെ pH തീരുമാനിച്ചിട്ട് മാത്രമാണ് സൊല്യൂഷൻ്റെ പറയുന്നത്. ഓക്കെ, സോ അയോൺസ്, അതായത് എനി സോൾട്ട്സ് ഗെറ്റ്സ് അയണൈസ്ഡ് ഇൻ വാട്ടർ. കംപ്ലീറ്റ് ആയിട്ട് അതിന് അയണൈസേഷൻ നടക്കും. ഈ അയോൺസ് ഹൈഡ്രേറ്റഡ് ആണെങ്കിൽ, സോ ഹൈഡ്രേറ്റഡ് അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ ദ പ്രോസസ് ഈസ് കോൾഡ് ഹൈഡ്രേഷൻ. അതേസമയം അയോൺസ് ഇൻ്ററാക്ട് വിത്ത് വാട്ടർ ടു റീഫോം weak acid or weak base or both, depending on the nature of ion, whether it belongs to a strong acid or strong base. അതിനെയാണ് നമ്മൾ ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിസിസ് കൊണ്ടാണ് നമുക്ക് റിസൾട്ടിങ് സൊല്യൂഷൻ അസിഡിക് ആയിരിക്കാം, അല്ലെങ്കിൽ ബേസിക് ആയിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ pH ഡിറ്റർമിൻ ചെയ്യാം എന്ന് കണ്ടത്. ഓക്കെ, thus NaCl is hydrated and the other salts are hydrolyzed by water, giving acidic or basic solutions. Okay.